قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടെ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ സർവരുടെയും മണ്ണറകളെ അല്ലാഹു മണിയറകളാക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിലേക്ക് നമ്മുടെ നാട് കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കേണ്ടതും അറിയേണ്ടതുമായ പല കാര്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യമെന്നാൽ ജാഗ്രതയാണ്, തിരിച്ചറിവാണ്, അവധിയില്ലാത്ത പോരാട്ടമാണ് സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. അല്ലാതെ കേവലം ഒരു ആഘോഷത്തിമർപ്പിലോ ഒരു പതാക ഉയർത്തലിലോ മറ്റെന്തെങ്കിലും ഒരു പ്രഭാഷണങ്ങളിലോ മാത്രമായി ഒതുങ്ങിപ്പോകേണ്ട ഒന്നല്ല സ്വാതന്ത്ര്യം എന്നുള്ളത്. കവി പാടിയതുപോലെ ആണ്ടേക്കൊരിക്കലൊരു ഓഗസ്റ്റ് 15 അരുമയായി നിന്നുണയുന്ന മധുരമോ ഭാരതം എന്ന് കവി പാടിയതുപോലെ ആണ്ടിലൊരിക്കൽ ഒരു ആഗസ്റ്റ് 15 വരുമ്പോൾ അരുമയായി നുണയുന്ന മധുരമോ ഭാരതം, അഥവാ ആഗസ്റ്റ് 15 അന്ന് മാത്രമായി ഒരു ആഘോഷ പരിപാടികളിൽ ഒതുക്കേണ്ട ഒന്നല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വൈദേശികാധിപത്യത്തിന്റെ കഴിവൻ തന്ത്രങ്ങളുമായി നമ്മുടെ ഈ ഭാരതാംബയുടെ പെരുമാറിലേക്ക് കടന്നു വന്ന വിദേശ ശക്തികളെ കെട്ടുകെട്ടിച്ച് നമ്മുടെ നാട്ടിലെ നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാർ അവരുടെ ജീവൻ കൊടുത്ത് വാങ്ങിത്തന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ചോരയുടെ ചുവപ്പും കണ്ണീരിന്റെ ഉപ്പും വിയർപ്പിന്റെ അംശവും കലർന്ന നിരവധി ജാജ്വലമായ പോരാട്ടങ്ങളുടെ കഥയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് പറയാനുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ജീവൻ കൊടുത്ത നമ്മുടെ മുൻഗാമികളായ ആളുകളെ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം അവരെ മറന്നു കളയാണ്. ഇന്ന് ദേശസ്നേഹം എന്ന് പറയുന്നത് അത് മാപ്പിനി കൊണ്ട് അളക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സമുദായത്തിന്റെ മാറുകേറിയിട്ട് ദേശസ്നേഹം പരിശോധിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കളായ ആളുകളുടെ ചരിത്രങ്ങൾ നമ്മൾ മാലോകർക്ക് മുമ്പാകെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ആളുകൾ തന്നെ, പുതിയ തലമുറ, അവർ പോലും പലപ്പോഴും അത്തരം നാമങ്ങൾ പോലും കേട്ട് പരിചയമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പറങ്കികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ, ഫ്രഞ്ചുകാർ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ, ഡച്ചുകാര് കടന്നു വന്നപ്പോൾ, അതുപോലെയുള്ള കൊളോണിയൽ ശക്തികൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ, നമ്മുടെ രാജ്യത്തെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ ചോരയുടെ ചുവപ്പ് കൊണ്ട് ചാലിച്ച ചരിത്രത്തെയാണ് ഇന്ന് എല്ലാവരും വിസ്മരിക്കുന്നത്. മുൻഗാമികളായ ആളുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1731 മുതൽ
1947 വരെയുള്ള സമര ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോ പറങ്കിൽ പടകൾക്കെതിരെ പോരാടിയ കുഞ്ഞാലിമാരെ അവരെ നമുക്ക് മറക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? ചരിത്രത്തിൽ നിന്ന് അവരെ ഇന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ 100 കൊല്ലത്തോളം കാലം ഇവിടെ വന്ന പട്ടുമരക്കാര്, കുട്ടിമരക്കാര്, അതുപോലെ കുഞ്ഞാലിമാര്, അതുപോലെ മരക്കാരുമാർ, അങ്ങനെ നീണ്ട 4 തലമുറ 100 വർഷക്കാലത്തോളം പറങ്കികൾക്കെതിരെ പോരാടി വാങ്ങിത്തന്നതാണ് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാര് ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരുമായിട്ട് കുടില തന്ത്രവുമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ഇവിടെയുള്ള പണ്ഡിതന്മാരടക്കമുള്ള ആളുകളായിരുന്നു. പണ്ഡിതന്മാർ എന്താണ് ഈ സമുദായത്തിന് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ചരിത്രങ്ങൾ പഠിക്കാത്തവരാണ് അവര്. മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. പാരമ്പര്യമായി അവരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരന്റെ കാലിനടിയിൽ പോയിട്ട് മാപ്പ് പറഞ്ഞ പാരമ്പര്യമാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവിയുടെ പിന്മുറക്കാരാണ്. ആരാണ് ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവി? ഏതോ ഒരു ഹദീസിന്റെ സനദ് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോഴും ഇന്ത്യ രാജ്യത്ത് ജീവിച്ച ഏതോ ഒരു പണ്ഡിതൻ പഠിച്ച ഹദീസിന്റെ സനദ് അത് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയിലൂടെ അല്ലാതെ അത് പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. വലിയ പണ്ഡിതനായിരുന്നു ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി എന്ന് പറയുന്ന ആ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവ്. അദ്ദേഹം ഫഖ് കുല്ലി നിളാം അഥവാ സമ്പൂർണ്ണ വിപ്ലവം, ചെറിയ വിപ്ലവമല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ ഫഖ് കുല്ലി നിളാം സമ്പൂർണമായ വിപ്ലവം, അതിനു വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തു. എന്നിട്ട് ഫൗജെ ഇലാഹി എന്ന് പറഞ്ഞ ഇലാഹി സേന എന്ന പേരിൽ പ്രത്യേകമായ ഒരു സംഘടന അദ്ദേഹം ഉണ്ടാക്കി, പ്രത്യേകമായ ഒരു സൈന്യത്തെ. എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങള്? തീവ്രവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ മാത്രമായിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല, ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നുകൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫൗജെ ഇലാഹി എന്ന പേരില് ഒരു സംഘടനയുണ്ടാക്കി. എന്നിട്ട് സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുന്ന മുദ്രാവാക്യവുമായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. പട്ടുമെത്ത് വിരിച്ച ബാല്യവും ആദരവുകൾ നേടിയ കൗമാരവും വെല്ലുവിളികൾ നിറഞ്ഞ യൗവനവും അദ്ദേഹത്തിന്റെ മുഖമുദ്രയായി ഉണ്ടായപ്പോൾ തന്നെ ജീവിതത്തെ കരുത്തുറ്റവും മനോഹരവുമാക്കി മാറ്റിയ മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി വിപ്ലവ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, മുസ്ലിമീങ്ങളായ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നുകൊണ്ട് അല്പമെങ്കിലും നിങ്ങൾ ഓതാൻ സമയം കണ്ടെത്തണം. ഷാഹ് വലിയുല്ലാഹിയുടെ ഉപദേശമാണ്. രണ്ടാമതായിട്ട് അറിവുള്ള പണ്ഡിതന്മാരുടെ പിന്നിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം, അവരുടെ പിന്നാലെ നിങ്ങൾ കൂടണം. കാരണം അവര് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അറിവുള്ളവരുടെ അഭിപ്രായം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ചേർത്ത് പറഞ്ഞു, അവര് പറയുന്നത് ഖുർആനിനും ഹദീസിനും എതിരാണെങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരുടെ പിന്നാലെ പോകരുത്. അഥവാ 2 സൈസിലുള്ള പണ്ഡിതന്മാരുണ്ടാകും. ഒന്ന് ഹക്കിന്റെ കൂടെ നിൽക്കുന്നവർ, അല്ലാത്തവർ ഹക്കിനെതിരായി നിൽക്കുന്നവർ. അവര് പഠിച്ചവരായിരിക്കും, ഖുർആനും ഹദീസും പഠിച്ചവരായിരിക്കും, പക്ഷേ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവരാകില്ല. അവരുടെ പിന്നാലെ നിങ്ങൾ പോകരുതെന്ന് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി മഹാനവറുകള് അവിടുത്തെ അനുയായികൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ പിന്നാലെ വന്ന അദ്ദേഹത്തിന്റെ മകൻ ഇമാമുൽ ഹിന്ദ് അബ്ദുൽ അസീസ് ദഹ്ലവി, അതുപോലെ തന്നെ ഇസ്ഹാഖ് ദഹ്ലവി, അവരെല്ലാവരും പ്രതിനിധീകരിച്ചത് ഇത് തന്നെയായിരുന്നു. മഹാനായ ഇമാമുൽ ഹിന്ദ് എന്ന പേര് അറിയപ്പെട്ട അബ്ദുൽ അസീസ് ദഹ്ലവി ദാറുൽ ഹർബ്, യുദ്ധഭൂമി എന്നാണ് ഇന്ത്യ രാജ്യത്തെ വിശേഷിപ്പിച്ചത്. ഇത് യുദ്ധഭൂമിയാണ്. നിങ്ങൾ അല്ലാഹ്
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട്, ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങണം. ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്നാണ് അവരെല്ലാവരും പഠിപ്പിച്ചു തന്നത്. അങ്ങനെ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമാമുൽ ഹിന്ദ് അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ സമര ചിന്തകളും വീക്ഷണങ്ങളും നിങ്ങൾ മനഃപ്പാഠമാക്കുക. രണ്ടാമതായിട്ട് ശരിയായ ഈമാനും തഖ്വയും നിങ്ങൾ പരിശീലിക്കുക. വിശദീകരിച്ച് പറയാൻ സമയമില്ല, പെട്ടെന്നങ്ങ് പറയുകയാണ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, രാജവാഴ്ചയുടെയും രാജഭക്തിയുടെയും വിഷബീജങ്ങൾ നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ വലിച്ചെറിയുക. അതുപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി, സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാനുള്ള അഭിലാഷം ജനിപ്പിക്കുകയും ജനക്ഷേമത്തിന് വേണ്ടി, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ത്യാഗം ചെയ്യാനുള്ള മനഃശക്തി നിങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞു, പ്രതിസന്ധികൾ തരണം ചെയ്യാനും സഹിക്കാനും കഴിയുന്ന വിധത്തിൽ സൈനിക പരിശീലനം നൽകുക. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്ന മാർഗമാണ്. അതൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ലളിതമായ ജീവിതം നയിച്ച് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ലളിതമായ ജീവിതം നയിക്കുക, ആഡംബരമായ ജീവിതം നിങ്ങൾ ഒഴിവാക്കുക, സമുദായത്തിനും സമൂഹത്തിനും യോജിക്കാത്ത ദുസ്വഭാവങ്ങൾ നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും നിങ്ങൾ അല്ലാഹുവും റസൂലും പറഞ്ഞതനുസരിച്ചാക്കി നിങ്ങൾ മാറ്റുക എന്ന് അദ്ദേഹം ഉപദേശം നൽകുകയാണ്. അങ്ങനെ ഫൗജെ ഇലാഹി എന്ന പേരിൽ ഷാ വലിയുല്ലാഹി ദഹ്ലവി രൂപം കൊടുത്ത പ്രസ്ഥാനം, അതിന്റെ അമരക്കാരനായിട്ട് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ മകൻ ഇമാമുൽ ഹിന്ദ് അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി നേതൃത്വം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനൊക്കെ എത്രയോ ശേഷമാണ് രൂപീകരിക്കുന്നത്. അതിന് മുമ്പ് ഫൗജെ ഇലാഹി എന്ന പേരിൽ സംഘടനയുണ്ടാക്കി രാജ്യത്തിന് വേണ്ടി പോരാടാൻ പഠിപ്പിച്ചവരാണ് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ ആളുകള്. അതുപോലെ എത്രയോ പണ്ഡിതന്മാർ, ആചാര്യ വിനോബാവ എഴുതിയില്ലേ, ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തിയ സ്ഥാപനം അത് ദയൂബന്ദ ദാറുൽ ഉലൂമാണ്. ഉത്തർപ്രദേശിലെ സഹാറൻപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എത്രയോ പണ്ഡിതന്മാരാണ് അവിടെ വെച്ചുകൊണ്ട് ധീര രക്തസാക്ഷിത്വം വഹിച്ചത്. ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം, എത്രയോ പണ്ഡിതന്മാർ. ഇന്നും അവിടെ കൂനി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയില് എത്രയോ ആളുകള് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എന്ന കാരണത്താൽ ബ്രിട്ടീഷുകാരെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സുജൂദിൽ കിടക്കുമ്പോ പിന്നെ അനങ്ങില്ലല്ലോ, എല്ലാം സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ലിയിട്ട് സുജൂദിൽ കിടക്കുമ്പോ പിന്നിൽ നിന്ന് വന്നുകൊണ്ട് ബ്രിട്ടീഷുകാര് വെടിവെക്കുകയാണ്. ആയിരക്കണക്കിന് പണ്ഡിതന്മാരെയാണ് ഡൽഹിയിൽ കൊന്നൊടുക്കിയത്. തടിയുണ്ടോ തലപ്പാവുണ്ടോ നേരെ പിടിച്ചുകൊണ്ടുപോകുന്നു, തൂക്കിലേറ്റുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡൽഹിയിൽ മാത്രമായിട്ട് 27,000-ഓളം വരുന്ന ആളുകളെയാണെന്ന് കൊന്നൊടുക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് ധീര രക്തസാക്ഷിത്വം വഹിച്ച എത്രയോ പണ്ഡിത സൂരികളെ നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചരിത്രങ്ങൾ അയവിറക്കാൻ മാത്രമുള്ളതല്ല പ്രിയപ്പെട്ടവരെ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആണ്ടിലൊരിക്കൽ മാത്രം നടത്താനുള്ളതല്ല, മറിച്ച് സ്വാതന്ത്ര്യം എന്നാൽ ജാഗ്രതയാണ്, തിരിച്ചറിവാണ്, അവധിയില്ലാത്ത പോരാട്ടമാണ്. ആ പോരാട്ടം ബ്രിട്ടീഷുകാർക്ക് എതിരെ എന്നല്ല, രാജ്യത്ത് വരുന്ന ഏതെല്ലാം ഫാസിസ്റ്റുകളുണ്ടോ, ഏതെല്ലാം തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ടോ, ഏതെല്ലാം ശുദ്ധവംഗത്തരത്തിന്റെ വക്താക്കൾ ഉണ്ടോ, അവൾക്കെതിരെ ധർമ്മ സമര മുഖത്ത് നിഷ്പക്ഷനായി നിന്നുകൊണ്ട് അവർക്കെതിരെ പ്രതിഷേധത്തിന്റെ തിരമാലകൾ അലയടിപ്പിക്കുന്ന ഓരോ സുന്ദരമായ മനോമുഖരങ്ങളിൽ നിന്ന് അലയടിക്കുന്ന വിപ്ലവം നമ്മിലൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ എവിടെയും നമ്മൾ പാലിക്കേണ്ടത് നീതിയുടെ കൂടെയാകണം നമ്മൾ ഉണ്ടാകേണ്ടത്.
നീതിയുടെ കൂടെയാകണം നമ്മൾ ഉണ്ടാകുന്നത്. സത്യത്തിനെതിരായി പ്രവർത്തിക്കുന്നതിരെ ഇവർക്കെതിരെ നമ്മൾ കൂടരുത്. കാരണം രാജവാഴ്ചയുടെയും രാജഭക്തിയുടെയും വിഷബീജങ്ങൾ ഹൃദയാന്തരാളങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ മാറ്റണമെന്ന് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞപ്പോൾ എത്രയോ നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഇന്ന് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ആളുകള് ഇന്ന് പലപ്പോഴും അധികാര കസേരയിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, ആ ആളുകളുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ധർമ്മത്തെ മറക്കുന്നു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ഒരുമയോടുകൂടി പ്രവർത്തിക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമിയാ, നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകി പിടിക്കുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ തഫറഖു, നിങ്ങൾ വിഘടിച്ചു പോകരുത്. നമ്മൾ വിഘടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം തകർന്നു പോകുമ്പോൾ അവിടെ ഫാസിസ്റ്റുകൾ തലപൊക്കുമെന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഈ സ്വാതന്ത്ര്യ ദിനം മുന്നിലേക്ക് വരുന്ന ഈ ആഗസ്റ്റിന്റെ ഈ ദിവസത്തിൽ, ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മളെല്ലാവരും പ്രതിജ്ഞ എടുക്കുക. രാജ്യത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് എന്ത് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമോ ആ പ്രവർത്തനങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ കാഴ്ചവെക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ പ്രയത്നിച്ചതുപോലെയുള്ള പ്രയത്നം നമ്മളെല്ലാവരും നടത്തുക. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം വേദനാജനകമായ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിമായി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് കോളേജിലെ പ്രിൻസിപ്പളിനെ വിഷം കൊടുത്തുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, ആ സ്കൂളിൽ പഠിക്കുന്ന, ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള വല്ലാത്ത ദുഃഖകരമായ വാർത്തയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കർണാടകത്തിൽ നിന്നുകൊണ്ട് പുറത്തു നിന്ന് വരുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിശബ്ദരായിരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റുകളായ ആളുകൾ തലപൊക്കി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ആ പാത പിൻപറ്റി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ച മഹാനായ മമ്പുറം തങ്ങളും അതുപോലെ തന്നെ ആലി മുസ്ലിയാരും അവരെല്ലാവരും പ്രയത്നിച്ചത് അത്തരത്തിലുള്ള പ്രയത്നങ്ങളായിരുന്നു. 1922 ഫെബ്രുവരി 17 തൂക്കിലേറ്റപ്പെട്ട ആലി മുസ്ലിയാർ നാടിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രൂപത്തിൽ ശബ്ദിച്ച ഒരു മഹാത്മാവായിരുന്നു. അതുപോലെ തന്നെ ആദ്യമായി നികുതി നിഷേധ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് വെളിയങ്കോട്ടുകാരനായ പണ്ഡിതനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബീഗം ആയിഷ എന്നവരെ തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് കൊടുത്ത ഉപദേശം മർദ്ദിതരെ സഹായിക്കുന്ന, അതിഥികൾക്ക് ആശ്വാസമേകുന്ന ഒരു പോരാളിയായിട്ട് നിങ്ങൾ വളരണമെന്നായിരുന്നു ബീഗം ആബിദ തന്റെ മക്കളായ മൗലാന മുഹമ്മദ് അലിയെയും മൗലാന ഷൗക്കത്ത് അലിയെയും വിളിച്ചുകൊണ്ട് പറഞ്ഞത്. നമ്മുടെയൊക്കെ മക്കൾ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ, തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ, കള്ളുകുടിക്കും മയക്കുമരുന്നിനും അടിമയായിട്ട് മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ള ഒരു സമൂഹമായി നമ്മെ എല്ലാവരെയും മാറ്റുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് സന്തോഷത്തോടെ, സൗഹാർദ്ദത്തോടെ, സമാധാനത്തോടെ ജീവിക്കുവാനുള്ള അന്തരീക്ഷം അല്ലാഹു തആല എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച നമ്മുടെ മുൻഗാമികൾക്കെല്ലാം ഷഹീദിന്റെ ഉന്നത പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.